ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്നു. എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു അഭിപ്രായം ഇപ്രകാരം കേൾക്കപ്പെടുകയുണ്ടായി. യുവാക്കൾക്കിടയിൽ ഇന്ന് ആത്മഹത്യയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരമായിട്ട് ആലോചിച്ചപ്പോൾ ലഭിച്ച കാര്യം, ജീവിതത്തിൽ പ്രകാശമായി കണ്ടതൊക്കെ പെട്ടെന്ന് ഇരുട്ടായി മാറുമ്പോൾ അവർക്കുണ്ടാകുന്ന നിരാശ, തൻ്റെ സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ടതേ പ്രതിയുള്ള നിരാശ അവരെ ജീവിതത്തിലെ ഏറ്റവും തിന്മയായ ഒരവസ്ഥയിലേക്ക് നയിക്കുന്നതിന് കാരണമായി മാറുന്നു. അവിടെയാണ് ആത്മഹത്യകൾ കൂടുന്നത്. പ്രതീക്ഷിക്കാൻ ഇനി ഒന്നുമില്ല, സ്വപ്നങ്ങളൊക്കെ ഇനി യാഥാർത്ഥ്യമാകില്ല എന്ന നിരാശ ഇന്നത്തെ യുവജനങ്ങളെ തിന്മയുടെ വഴിയിലേക്ക്, ആത്മഹത്യയുടെ വഴിയിലേക്ക് നയിക്കുന്നുണ്ട്. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യങ്ങളായി മാറാതിരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതങ്ങൾ ചിലപ്പോൾ വലുതായിരിക്കും. പരിശുദ്ധ അമ്മ എന്ന ധീരവനിതയെ ഇവിടെയാണ് നമ്മളൊന്ന് ധ്യാനിക്കേണ്ടത്. സ്വപ്നങ്ങൾ, തൻ്റേതായ ഇഷ്ടങ്ങൾ ദൈവഹിതത്തെ പ്രതി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളായിട്ട് മാറ്റാൻ വിട്ടുകൊടുത്തവളാണ് പരിശുദ്ധ മറിയം. അവിടെ അവൾക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല, തൻ്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന സങ്കടങ്ങളില്ല. മറിച്ച് അവൾ പ്രത്യാശിക്കുന്നത്, ഇതാ നിൻ്റെ ദാസി, നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തോട് അവൾ ചേർന്നിരിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ഇന്നത്തെ കാലഘട്ടം നമുക്ക് മുമ്പിൽ വെൽക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. എൻ്റെ ജീവിതം, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ നിയമങ്ങൾ എന്ന് ചിന്തിച്ചുകൊണ്ട് തൻ്റേതായ കാര്യങ്ങളിൽ മാത്രം മനുഷ്യൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വലിയ അപകടം പിടിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മളിന്ന് ജീവിക്കുന്നുണ്ട്. പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ചില കാഴ്ചകൾ വളരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ്. മകൻ അമ്മയെ വെട്ടിക്കൊല്ലുന്നു, അമ്മ കുഞ്ഞിനെ കടലിലേക്ക് എറിയുന്നു, പിതാവ് മകനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. കാഴ്ചകളൊക്കെ വളരെ ദുഃഖിപ്പിക്കുന്ന കാഴ്ചകളാണ്. എന്തുകൊണ്ടാണ് മനുഷ്യ മനസാക്ഷി ഇത്രയേറെ അധപ്പതിച്ചതെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ചില സ്വാർത്ഥതയുടെ ഇഷ്ടങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ നിയമങ്ങളും മാത്രം എനിക്ക് മതി, മറ്റൊരാളിൻ്റെ സന്തോഷത്തെയോ അവൻ്റെ വേദനയോ ഞാൻ കാര്യമാക്കുന്നില്ല എന്ന ചിന്താഗതിയിലേക്ക് മനുഷ്യൻ താണുപോയതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ വേദനിപ്പിക്കുന്ന വാർത്തകൾ കാണുവാനും കേൾക്കുവാനുമൊക്കെ ഇന്നത്തെ ഈ സമൂഹത്തിന് ദുരവസ്ഥ കൈവരികയാണ്. പരിശുദ്ധ അമ്മയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരവസ്ഥയിലേക്ക് പരിശുദ്ധ അമ്മയുടെ ധീരത, അവരുടെ വിശ്വാസം നമ്മളെ കൈപിടിച്ചുയർത്തുന്നുണ്ട്. അവളുടെ സ്വപ്നങ്ങൾക്ക് മുൻപിൽ ദൈവം വന്ന് ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആ സ്വപ്നത്തെ സ്വീകരിക്കാനായിട്ട് അവൾ മനസ്സ് കാണിക്കുന്നു. എൻ്റെ ഇഷ്ടങ്ങളല്ല, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ബോധ്യത്തിൽ അവൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവൾ തന്നെ വിട്ടുകൊടുക്കുന്നവളായിട്ട് മാറുന്നു. അവിടെയാണ് ദൈവം അവളുടെ ജീവിതത്തെ ഉയർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഈ ജീവിത മാതൃക ധീരതയോടുകൂടെ ദൈവത്തിൻ്റെ വിളി ഏറ്റെടുത്തുകൊണ്ട് ഇനി മുൻപിൽ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും അത് ദൈവഹിതത്തെ പ്രതിയാണ്, സന്തോഷവും സഹനങ്ങളും നൊമ്പരങ്ങളുമൊക്കെ ദൈവഹിതത്തെ പ്രതി താൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പരിശുദ്ധ അമ്മ ധീരതയോടെ പ്രഘോഷിക്കുമ്പോൾ അത് നമുക്ക് മുൻപിലും ഒരു വലിയ വെല്ലുവിളി ഉണ്ടാക്കി വെക്കുകയാണ്. നമ്മളും ധീരതയോടുകൂടെ ദൈവഹിതത്തിന് വിധേയപ്പെടുന്നവരായിട്ട് മാറുക. വചനം പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമ്മുടെ പദ്ധതികൾക്ക് മുൻപിൽ ദൈവം ചില അപ്രതീക്ഷിതമായ കാര്യങ്ങൾ വയ്ക്കുമ്പോൾ ഭയന്ന് അസ്വസ്ഥരാകേണ്ടവരല്ല നമ്മൾ. മറിച്ച് ഓർക്കണം, ഓരോ കുരിശെടുക്കുമ്പോഴും, ഓരോ സഹനങ്ങൾ എടുക്കുമ്പോഴും, ഓരോ വെല്ലുവിളികൾ സ്വീകരിക്കുമ്പോഴും അതിനപ്പുറം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന മഹത്വമുണ്ട്, ഉദ്ധാനമുണ്ട്, രക്ഷയുണ്ട്. ഈ നോൻപ് കാലഘട്ടത്തിൽ നമ്മൾ ഈ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളും ഓർക്കണം, നമ്മുടെ ജീവിതത്തിലും വലിയ വെല്ലുവിളികൾ ദൈവം കൊണ്ടുവന്ന് വയ്ക്കാം. ചിലപ്പോൾ ദൈവഹിതത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതിൽ നമ്മൾ അഭിമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം
ദൈവം നൽകുന്ന സഹനങ്ങൾ അത് രക്ഷയുടെ സഹനങ്ങളാണ്. ദൈവം നമ്മുടെ മുൻപിൽ വെക്കുന്ന ഓരോ ദൗത്യവും അത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയുടെ പൂർത്തീകരണമാണ്. എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണെന്ന് യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ദൗത്യം വയ്ക്കുമ്പോൾ അമ്മ അത് സന്തോഷത്തോടെ സ്വീകരിച്ചതുപോലെ നമ്മുടെ മുൻപിലും ചില സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തരുമ്പോൾ അത് സഹനങ്ങളാകട്ടെ വെല്ലുവിളികളാകട്ടെ നമുക്കും ഏറ്റെടുക്കാം. ഒന്നിലും തളർന്നു പോകേണ്ടവരല്ല. ദൈവസ്നേഹത്തെ പ്രതി നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങളിൽ ദൈവം തന്നെ നമുക്ക് താങ്ങായി തണലായി ആശ്വാസമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവളുടെ ജീവിതത്തിൽ അവൾ ഇതാ കർത്താവിന് ദാസി എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അവളെ വിളിക്കുന്നു ഭാഗ്യം നിറഞ്ഞ അമ്മ, നന്മ നിറഞ്ഞവൾ, അനുഗ്രഹിക്കപ്പെട്ടവൾ. നമ്മുടെ ജീവിതത്തിലും ഭാഗ്യം നിറഞ്ഞ മക്കളായിട്ട് മാറാൻ, അനുഗ്രഹിക്കപ്പെട്ട മക്കളായിട്ട് മാറാൻ, ദൈവസ്നേഹത്തെ പ്രതി നന്മകൾ നിറയുന്ന മക്കളായിട്ട് മാറാൻ നമുക്ക് കഴിയട്ടെ. വെല്ലുവിളികളെ ഏറ്റെടുക്കുവാനും നമ്മുടെ സ്വപ്നങ്ങൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളല്ല ദൈവഹിതം പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനും അത് നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ്.